സ്വാമി ശരണം KSRTCയുടെ മണ്ഡലകാല ഗിഫ്റ്റ് എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും കിട്ടിയിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട് KSRTC, ഇത്രയും നല്ലൊരു ഗിഫ്റ്റ് എല്ലാ അയ്യപ്പന്മാർക്കും തന്നതിന്. നമ്മൾ എന്തോ പുണ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇത്രയും നല്ല ഗിഫ്റ്റ് KSRTC തന്നതിന്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ KSRTC സ്വിഫ്റ്റ് വെബ്സൈറ്റ് ഉണ്ട്. നോർമലി ഞാൻ സ്റ്റാൻഡിൽ പോയി ബുക്ക് ചെയ്യാതെ സ്വിഫ്റ്റ് വെച്ചിട്ടാണ് എവിടെ KSRTC പോകണമെങ്കിലും മെജോറിറ്റി ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ശബരിമലയിൽ പോകണമെന്ന് വിചാരിച്ചു 1-ാം തീയതി. അപ്പോൾ ഞാൻ സാധാരണ തിരുവനന്തപുരത്തു നിന്നാണ് പോകുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം പത്തനംതിട്ടയിൽ നിന്ന് പോകാമെന്ന് വെച്ചു. കാരണം എൻ്റെ ചേട്ടനുണ്ട്, അപ്പോൾ ഞാനും ചേട്ടനും കൂടെ പത്തനംതിട്ടയിൽ നിന്ന് പോകാമെന്ന് വെച്ചു. അപ്പോൾ അങ്ങനെ പോകാൻ വേണ്ടി ഇരുന്നപ്പോൾ ചുമ്മാ ഞാൻ ഈ പറയുന്ന KSRTC സ്വിഫ്റ്റ് കയറി വന്നിട്ട് പത്തനംതിട്ട ടു ഈ പറയുന്ന പമ്പ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു. പത്തനംതിട്ടന്ന് പമ്പ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു, നാളെ ഡേറ്റ്. അപ്പോൾ ഈ പ്രൈസിൻ്റെ എമൗണ്ട് കണ്ട് സത്യം പറഞ്ഞാൽ കിളി പറഞ്ഞു. പത്തനംതിട്ടയിൽ നിന്ന് പമ്പ വരെ പോകാൻ 303 രൂപ, 351 രൂപ, 495 രൂപ. അപ്പോൾ ഞാൻ ചേട്ടൻ ചോദിച്ചു, ചേട്ടാ പത്തനംതിട്ടയിൽ നിന്ന് പമ്പ വരെ പോകാൻ ഇത്രയും പൈസ ആകുമോ? ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഇത്രയും പൈസ കൊടുത്ത് ഞാൻ പോയിട്ടില്ല. അപ്പോഴാണ് പത്തനംതിട്ടയിൽ നിന്ന്, കാരണം ശബരിമലയിൽ നിന്ന് പത്തനംതിട്ട അറിയാമല്ലോ, അടുത്തടുത്താണ്, എന്നിട്ടും ഇത്രയും ദൂരം. അപ്പോഴാണ് തൊട്ട് താഴെ KSRTCയുടെ ഒരു ടെക്സ്റ്റ് ഇങ്ങനെ ഓടി പോകുന്നുണ്ട്. അത് സ്വാമി ശരണം എൻഡ് ടു എൻഡ് ഫെയർ എന്ന്. അതായത് തുടക്കം മുതൽ അവസാനം വരെ ഒരേ ഫെയർ. അതായത് നമുക്ക് വേറെ ഇതൊന്നുമില്ല. നിങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് കയറിക്കോ, കൊട്ടാരക്കരയിൽ നിന്ന് കയറിക്കോ, എന്തിന് പമ്പേരെ തൊട്ട് അപ്പുറത്തുനിന്ന് കയറിക്കോ, പക്ഷെ നമുക്ക് തിരുവനന്തപുരം തൊട്ട് പമ്പ വരെയുള്ള പൈസ കിട്ടണം. ഇതൊക്കെ എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയേ. KSRTC മാത്രമേ ഉള്ളൂ മെജോറിറ്റി. എന്നിട്ട് ഈ പറയുന്ന ഇടയിൽ നിന്ന് കയറുന്ന, അതായത് വേറെ സ്റ്റോപ്പിൽ നിന്നൊക്കെ കയറുന്ന അയ്യപ്പന്മാർക്കൊക്കെ നല്ല പണിയാണ് ഇത് കിട്ടുന്നത്. കാരണം എന്തിനാണ് അത്, മെജോറിറ്റി ഒരുപാട് ബസ് എല്ലാം ഈ പറയുന്ന പത്തനംതിട്ടയിൽ നിന്ന് വന്നിട്ട് പോകുന്ന ബസ്സുകളാണ്. എവിടെ നിന്നാണെങ്കിലും പത്തനംതിട്ട വന്നിട്ടാണ് ശബരിമലയിലേക്ക് അല്ലെങ്കിൽ പമ്പയിലേക്ക് പോകുന്നത്. ഇപ്പോൾ രാവിലെ ഉള്ള ബസ്സുണ്ട്, അതിലാകെ ബുക്കിങ്ങിന് 2 ബസ് മാത്രമാണ് ഞാൻ 112 രൂപയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ളത്. അത് എൻഡ് ടു എൻഡ് അല്ല, ബാക്കിയുള്ള എല്ലാ ബസ്സുകളും എൻഡ് ടു എൻഡ് ആണ്. അതിപ്പോൾ കൊട്ടാരക്കരയിൽ നിന്നായിക്കോട്ടെ, ഹരിപ്പാട് നിന്നായിക്കോട്ടെ, ആറ്റിങ്ങലിൽ നിന്നായിക്കോട്ടെ, നെയ്യാറ്റിൻകരയിൽ നിന്നായിക്കോട്ടെ, എവിടുന്ന് വേണം ആയിക്കോട്ടെ, എല്ലായിടത്തുനിന്നും എൻഡ് ടു എൻഡ്. ഇത് ഇന്ന് മാത്രമല്ല, ബാക്കിയുള്ള ദിവസങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. KSRTC ഇതൊന്ന് മാറ്റിയിരുന്നെങ്കിൽ ഒരുപാട് അയ്യപ്പ ഭക്തന്മാർക്ക് യൂസ്ഫുൾ ആയാണ്. ഇതിപ്പോൾ മലയാളികളിപ്പോൾ നമ്മൾ നോക്കിയിട്ട് ശരി വേണ്ട നമുക്ക് സ്റ്റാൻഡിൽ പോയി ബുക്ക് ചെയ്യാമെന്ന് പറയാം. ഇതിപ്പം ഈ വേറെ നാട്ടിൽ നിന്നൊക്കെ, തമിഴ്നാട്ടിൽ നിന്നൊക്കെ തിരുവനന്തപുരത്ത് ട്രെയിനിലൊക്കെ വന്നിറങ്ങിയിട്ട് ഈ പറയുന്ന വരുന്ന ഒരുപാട് ഭക്തന്മാർ കാണും. ഇപ്പോൾ കായംകുളത്തുനിന്നും ഈ ചെങ്ങന്നൂരൊക്കെ വന്നിറങ്ങിയിട്ട് വരുന്ന ഒരുപാട് ആൾക്കാർ കാണും. അപ്പോൾ അവർക്കൊക്കെ ഈ എൻഡ് ടു എൻഡ് ഒക്കെ എന്തിനാണ് ഇവർ ഈ കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പം പത്തനംതിട്ടയൊക്കെ വന്ന് ഇറങ്ങിയിട്ടൊക്കെ പോവുകയാണെങ്കിൽ നല്ല എമൗണ്ടാകും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചു തന്നു തിരുവനന്തപുരത്ത് നിന്ന് എത്ര റേറ്റ് വരും, പത്തനംതിട്ടയിൽ നിന്ന് എത്ര റേറ്റ് വരും. ഞാൻ ഇത് ഒരിക്കൽ കൂടെ ഒന്ന് മാറ്റാൻ വേണ്ടി കൊട്ടാരക്കര അടിച്ചു നോക്കി. കൊട്ടാരക്കര പോയി നാളത്തെ ഡേറ്റ് സെലക്ട് ചെയ്തു, സെർച്ച് ബസ് കൊടുത്തു. അപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് നോക്കിയപ്പോഴും 495, പത്തനംതിട്ടയിൽ നിന്ന് കയറിയാലും 495, തിരുവനന്തപുരത്ത് നിന്ന് കയറിയാലും 495. അപ്പോൾ പിന്നെ നമുക്കിനി ഇത് ലാഭിക്കാൻ വേണ്ടി കൊട്ടാരക്കരയിൽ നിന്ന് വേറൊരു ബസ് പിടിച്ച് തിരുവനന്തപുരത്ത് പോയി ഇറങ്ങിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് കയറി ഇങ്ങോട്ട് വരുന്നതല്ലേ. കാരണം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അങ്ങനെയെങ്കിലും വാല്യൂ ഇട്ടട്ടെ. അല്ലാതെ പിന്നെ ഞാൻ എന്തോ പറയാനാണ്. വളരെ മികച്ച ഒരു നയം കൊണ്ടുവന്ന KSRTCക്ക് എൻ്റെയും മറ്റ് അയ്യപ്പ ഭക്തന്മാരുടെ പേരിലും നന്ദി അറിയിച്ചു കൊള്ളുന്നു. സ്വാമി ശരണം.